നിങ്ങൾക്കത് നേരത്തെ അറിയൂലായിരുന്നോ? അതിനല്ലേ ഇന്നലെ പോയത്. അപ്പൊ ഇന്ന് പോണമെന്ന് അറിഞ്ഞൂടായിരുന്നു. ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ എങ്ങനെ പോവും ശിവേട്ടാ? കൊള്ളാം, നിങ്ങൾ കൊണ്ടുപോകണേന് അവരൊക്കെയാണോ കൊണ്ടുപോകുന്നതന്നെ? അവിടെ വെച്ചോണ്ടിരുന്നു. ഇനി തിരിച്ചു വരുമ്പോ എങ്ങാനും സസ്പെൻഷൻ പിൻവലിച്ചിട്ട് വന്നില്ലെങ്കിലാ ഞാൻ പറയാൻ പോകുന്നത്. ഓ അപ്പച്ചി ചൂടായത്? എനിക്ക് എന്റെ ഭർത്താവിനോട് ചൂടായിക്കൂടെ? അമ്മക്ക് ഇന്നല്ലേ ആശുപത്രി പോണ്ടേ? കണ്ടാ, അവനറിയാം എനിക്ക് ഇന്ന് ആശുപത്രി പോണോന്ന്. എന്നിട്ട് നിന്റെ മാമൻ അറിഞ്ഞൂടാ. അല്ല മാമ ഇപ്പൊ മറ്റേ സസ്പെൻഷൻ പിൻവലിക്കാനല്ലേ പോയത്? അതെ അതെ, ചെന്നൈയിലും വേഗത്തിൽ ഇപ്പൊ കിട്ടും സസ്പെൻഷൻ പിൻവലിച്ച്. അമ്മ അപ്പൊ അച്ഛനെ തിരിച്ച് ജോലിക്ക് കയറണ്ടേ? എടാ, നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല. നിന്റെ അച്ഛൻ അവിടെ ചെന്ന് പറഞ്ഞ ഉടനെ സസ്പെൻഷൻ പിൻവലിച്ച് കൊടുക്കത്തൊന്നും ഇല്ല. അപ്പൊ ഈ തവണ എന്തായാലും ജോലി തിരിച്ചു കിട്ടും. നമ്മളെ ലല്ലു മാമന്റെ കെയർ ഓഫിലല്ലേ മാമൻ പോയിരിക്കുന്ന, കിട്ടും. ഇത്തവണ കിട്ടിയാ കൊള്ളാം, ഇല്ലെങ്കിൽ നിന്റെ മാമൻ എന്റെ കയ്യിൽ നിന്ന് കിട്ടും. എന്തായാലും അപ്പച്ചി റെഡിയാവും, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. റെഡിയാവും. എടാ, ഞാൻ എങ്ങനെ പോവാനാടാ? ശിവേട്ടൻ തിരുവനന്തപുരത്ത് പോയി, അച്ഛനും അമ്മയും കല്യാണത്തിന് പോയി, നാത്തു പിന്നെ ജോലിക്ക് പോയില്ലേ. ഇനി ഞാൻ എങ്ങനെ പോകും? നമുക്ക് ചിറ്റപ്പനെ വിളിച്ചാ പോരെ? അരെ ചിറ്റപ്പനെ ഗ്ലൂക്കോസ് കുപ്പി കണ്ട ആ ചെറുക്കൻ തലറങ്ങി വീഴും. എന്നിട്ട് ഇനി ഞാൻ അവനെയും പൊക്കിക്കൊണ്ട് നടക്കണം അവിടെ. ചിറ്റപ്പൻ തലറങ്ങി വീഴത്തൊന്നുമില്ല, ചിറ്റപ്പൻ സ്ട്രോങ് ആണ് അല്ലേടാ? അതെ അതെ, ഞാനേ പതുക്കെ എന്റെ ഭർത്താവ് നാളെയോ മറ്റന്നാളോ വരും, അപ്പൊ പോക്കോളാം. വേണ്ടമ്മ, അമ്മ ഇപ്പൊ സുമിഷാമിന്റെ കൂടെ പോ. നീ ഇപ്പൊ പോയില്ലെങ്കിൽ ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടും. അപ്പച്ചി പോണില്ലേ? നീ വാടാ. അല്ല അപ്പച്ചി കുടിക്കാനോ കഴിക്കാനോ എന്തെങ്കിലും വേണോ? ഭയങ്കര സ്നേഹാണല്ലോ. അല്ല അമ്മ വിളിച്ചറിഞ്ഞ ഇടയ്ക്കിടയ്ക്ക് അപ്പച്ചി നോക്കണം. നോക്കിയില്ലേ? കണ്ടാ? പോ. അപ്പൊ അപ്പച്ചിക്കൊന്നും വേണ്ട, നീ വാടാ. നീ ഇതിലെ പോയി ചിറ്റപ്പൻ നോക്ക്, ഞാൻ അതിലെ കൂടെ പോ. വേഗം പോ. ചിറ്റപ്പാ, ചിറ്റപ്പ എന്ത് ചെയ്യുന്നേ? അല്ല ഈ കമ്പി ആവശ്യമില്ലാത്തില്ല, മുറിച്ചാന്ന് വിചാരിച്ചു. ആവശ്യമില്ലാത്തതാ? ഇതില്ലെങ്കിൽ എങ്ങനെ ചാരി ഇരിക്കാൻ പറ്റും? ഇതില്ലാതെ ചാരി ഇരുന്നൂടെ ഇവിടെ? പറ്റത്തില്ലല്ലോ. അതില്ലാതെ ചാരി ഇരിക്കാനൊക്കെ പറ്റും, കമ്പി ഇല്ലാതെ ഇവിടെ എല്ലാവരും ചാരിയൊക്കെ ഇരിക്കാനൊക്കെ പറ്റും. അങ്ങനെയല്ല, ഇത് ചാരി ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറ്റൂടി, ഇത് ചുമ്മാ പോയെ. സത്യം പറ സുമിഷാമ, ഇതെന്തോ ഉടായിപ്പല്ലേ? ചെറുക്കാന്റെ വായിക്കുന്നല്ല കേട്ടാണ്ടല്ലോ, ഉടായി പോലും. എന്നാ ഞാൻ വല്യാമ്മന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ചുമ്മാ പറഞ്ഞല്ലേ? അപ്പൊ അവൻ പറഞ്ഞ സത്യമാണല്ലേ? എന്തോ ഉടായിപ്പാണല്ലേ? ഒരു ഉടായിപ്പല്ലേ, വന്ന കാര്യം പറ. ഞങ്ങൾക്ക് ഒരു ഹെൽപ്പ് വേണം. ഹെൽപ്പ്? മണിക്കൂറിന് 50 രൂപ ആവും. മണിക്കൂറിന് 50 രൂപ. ഇത് ഞങ്ങൾക്കുള്ള ഹെൽപ്പ് അല്ല, പിന്നെ അപ്പച്ചിക്ക് എന്ത് ഹെൽപ്പ്? അതെ, അമ്മേനെ ആശുപത്രി കൊണ്ടുപോകണം. അവക്കെന്താ ഒരു തലറങ്ങി വീണു വീണ്ടും? ഇല്ലല്ല, അപ്പച്ചിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ അപ്പച്ചിയുടെ ചെക്കപ്പിന്റെ ഡേറ്റ് ഇന്നാണ്, അപ്പൊ കൊണ്ടുപോകണം. അതാണ്. അപ്പൊ അത് ഞാൻ കൊണ്ടുപോക്കോളാം, അവിടുത്തെ പറ റെഡിയാവാൻ പറ. എടാ കൊണ്ടുപോകുന്ന നീ ചെന്ന് അമ്മയടുത്ത് പറ റെഡിയാവാൻ പറ. അല്ല ചിറ്റപ്പന്റെ കാശ് വല്ലതും ഉണ്ടോ? കാശോ? എന്റെ കാശൊക്കെ ഉണ്ട്, നീ അവിടെ നിന്ന് പറഞ്ഞത് റെഡിയാവും, ഞാൻ കൊണ്ടുപോക്കോളാം. കാശുണ്ടോന്നൂലും? വെറുതെ ചോദിച്ചാ. എന്ത് വെറുതെ ചോദിച്ചു? ചിറ്റപ്പന് പുണ്യം കിടിച്ചിട്ട്. പുണ്യം എന്റെ പൊന്നാമി, എന്റെ ചേച്ചി ഇല്ലേ? പിന്നെ ഞാൻ എന്റെ ചേച്ചി ഞാനല്ല, വേറെ എല്ലാ ആശുപത്രി കൊണ്ടുപോകും. ചിറ്റപ്പന് പുണ്യം നന്നായിട്ട് കിട്ടും. എന്നാ ചെല്ലിപ്പോ. എന്ത് പണ്ടത്തെ പോലെ സുമിഷാമ അമ്മയുടെ അടിയൊന്നും കൂടുന്നില്ലല്ലോ. അതുപോലെ ഇപ്പൊ അടി കൂടണോ? വേണ്ട, അടി കൂടണോ? മക്കളെ, അമ്മ ഗർഭിണിയല്ലേ, അവള് ഗർഭമൊക്കെ കഴിഞ്ഞ് പ്രസവിച്ച കഴിയുമ്പോ കൊച്ചൊക്കെ ഉണ്ടാവത്തില്ലേ? കൊച്ചൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതി ഇട്ടിവിടാം. ചെല്ലി പോ. അടി കൂടണോ ചോദിച്ചാ മതി. റെഡി ആയില്ലേ? ഇല്ല, ഞാനേ ഡ്രസ് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയായിരുന്നു ഇടാൻ. എന്ത്? ശിവൻ പറഞ്ഞു റെഡിയാൻ പറഞ്ഞു. ചേട്ടനാണോ കൊണ്ടുപോന്നേ? ഓ, സുമയല്ലേ കൊണ്ടുപോന്ന് പറഞ്ഞേ. എന്ത് ഞാൻ കൊണ്ടുപോയി വരില്ലേ നീ? അല്ല, എനിക്കിപ്പോ നിങ്ങളിൽ ആരും കൊണ്ടുപോയാലും ഒരേപോലെ തന്നെ. അങ്ങനെ ഒരേപോലെ ആവണ്ട. ഏതവനെ വെച്ച് നോക്കിയിരുന്നാലും ഉത്തമ ഒരു പടി മേളിലാണ്. ഒരു പടി മേളില്ല. തൂക്കി നോക്കുമ്പോഴത്തേക്ക് ത്രാസ് ഉത്തമന്റെ താണ് തന്നെ ഇരിക്കും. ത്രാസ് വെച്ചൊക്കെ തൂക്കി നോക്കാനൊക്കെ പറ്റുമോ ഇത്? പിന്നെ അങ്ങനെയല്ലേ? നിനക്കറിയോ, പണ്ട് ഈ തേങ്ങ എണ്ണം പറഞ്ഞാണ് നമ്മൾ വില പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ അതൊക്കെ മാറി, ഇപ്പൊ തൂക്കി നോക്കിയാണ് വില പറയുന്നത്. അപ്പേ നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോവാ. ഇനി കൊച്ചിന് വെയിറ്റ് കൂടിയെന്ന് പറഞ്ഞിട്ട് അവര് പൈസ കൂട്ടി വാങ്ങിച്ചാലും. പൈസ കൂട്ടി ചോദിച്ചാലും നമ്മൾ കൂടുതൽ കൊടുക്കും. പെട്ടെന്ന് റെഡിയാ. ഞാൻ ഈ ഡ്രസ് മാറിയാ മതി. പെട്ടെന്ന്. അയ്യോ, ഒരു മിനിറ്റ്. എന്താണ്?
എന്താണ്? അതെ മറ്റേ ഇപ്പൊ ബ്ലഡ് ടെസ്റ്റിനും അതിനൊക്കെ ആയിട്ട് കൊറേ പൈസ ആവൂലേ അപ്പൊ അതിന്റെ പൈസ. ഓ അതിന്റെ പൈസ വെച്ചോ, തൽക്കാലം വെച്ചോ. ഏ? വെച്ചോ അല്ല ഏട്ടാ ഇത് ചെലവിന് വേണ്ടിട്ട് ഞാൻ ചിട്ടി പിടിച്ചതാ. വെച്ചോ. അപ്പൊ ഇപ്പൊ വേണ്ട കയ്യിലോ? വേണ്ട വേണ്ട, എന്റെ ഉണ്ട്. നീ പെട്ടെന്ന് ഇറങ്ങി. ആ ആ ഇറങ്ങിയ രാവിലെ കറങ്ങാനോ? ഞാൻ അവളെ കൊണ്ട് ആശുപത്രി പോകാൻ പോകുന്നു. എവളെ കൊണ്ട്? കിളിയെ കൊണ്ട്. നീ നിന്റെ പണി കഴിഞ്ഞാൽ പോ, ഞാൻ കൊണ്ടുപോകണം. പോ, ഞാൻ കൊണ്ടുപോയിക്കോളാം, നീ പോ. അവൾ എന്റെ അടുത്താ പറഞ്ഞത് അവളെ കൊണ്ട് ആശുപത്രി പോണോന്ന്. എവിടെ? പൈങ്കിളി. നീ കൊണ്ടുപോകണ്ട, ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞില്ലേ? ശിവനെ വിളിച്ച് പറഞ്ഞു അവളെ കൊണ്ടുപോകാൻ. എന്റെ ചേട്ടാ ഇത് പശുവിന്റെ ആടിന്റെ പൂജയുടെ പ്രസവം എടുക്കുന്നതൊന്നുമല്ല, ഇത് വേറെ സ്റ്റേജ് ആണിത്. ഏത് വേറെ സ്റ്റേജ്? ആ എന്തൊക്കെ ഞാൻ കൊണ്ടുപോയിക്കോളാം. നീ കൊണ്ടുപോകണ്ട, ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞല്ല, പിന്നെന്താണ്? ചേട്ടാ അവളെ മൊത്തത്തിൽ ഇങ്ങ് ദത്തെടുക്കാതെ അവൾ എന്റെ കൂടെ പെങ്ങളാ, അപ്പൊ ഞാൻ കൊണ്ടുപോയിക്കോളാം. നീ പെങ്ങളാവണ്ട, നിന്റെ പെങ്ങളാവണ മുമ്പ് അവളെന്റെ മോളായിരുന്നു, അറിയോ നിനക്ക്? എടാ അവളെ ഞാൻ എടുത്തോണ്ട് നടന്നാണ് വളർത്തിയത്. എന്റെ ദൈവമേ, ഏതാണ്ട് നേരം എടുത്തോണ്ട് കണക്ക് പറയുന്നത് എന്തിനാണ്? എടാ അവക്കത് കണക്ക് പറയുന്നതായിട്ട് തോന്നൂല, നിനക്ക് മാത്രമേ അങ്ങനെ തോന്നുള്ളൂ. എന്ത് എനിക്ക് മാത്രം? ആ ഞാൻ അവളെ തണ്ട ഈ തോളിയിട്ടാണ് വളർത്തിയത്. ചേട്ടന്റെ തോളം തോന്നുന്നു ഡബിൾ കോട്ട് മെത്തേ ഒന്ന് മാറി ഞാൻ പോയി വിളിച്ചോണ്ട്. നീ പോടെ, നീ ചുമ്മാ നിന്റെ പണി പോകാൻ പറഞ്ഞു. ചുമ്മാ അവളെ വിളിക്കണത്? ചേട്ടാ അവളെ എന്റെ അടുത്ത് പറഞ്ഞു ആശുപത്രി കൊണ്ടുപോകണം. ചുമ്മാ ടെൻഷൻ ഏൽപ്പിക്കാടാ, നിൽക്കണം അവള്. നീ അവിടെ പോടാ അങ്ങോട്ട്. ചേട്ടൻ എന്തിനാ പിടിച്ച് തള്ളുന്നേ? നിന്നെ ആര് തള്ളി? എപ്പ തള്ളി? ഇപ്പൊ തള്ളിയില്ലേ? എന്തോ എവിടെ തള്ളി? എടി നീ അല്ലേ പറഞ്ഞ നിന്നോട് ആശുപത്രി വരണമെന്ന്? ആ ചേട്ടൻ നിന്നോട് വരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. ആ ചേട്ടൻ വന്ന് പറഞ്ഞായിരുന്നു ചേട്ടൻ വരാന്ന്. ഇവനെ കൊണ്ടുപോകണം എന്തിനാണ്? ഇപ്പൊ ഞാൻ വരണ്ടേ? നിങ്ങൾ രണ്ടുപേരും പോരെ? അവൻ നിന്നെ കൊണ്ടുപോകാൻ. അതെന്താ ഞാൻ അവളെ കൊണ്ടുപോയി ശരിയാവത്തില്ലേ? ഒന്ന് നിർത്തുവോ? രണ്ടുപേരും പോരേന്ന്. രണ്ടുപേരും പോരെന്ന് പറഞ്ഞ് ഇവനെന്തിനു കൊണ്ടുപോകണത്? അതാകുമ്പത്തേക്ക് കാര്യങ്ങൾ എളുപ്പമാവൂലേ ചേട്ടാ? എന്നാ പിന്നെ ചേട്ടനോട് വരട്ടെ. നീയാണോ പറയണത്? പിന്നല്ലാതെ ഞാൻ പറയത്. നീ കൂടെ വന്നപ്പോ രണ്ടുപേരും വരണ്ടാന്ന് പറയട്ടെ ഞാൻ. പിന്നെ നീ പോണില്ലേ? ഇപ്പൊ നിന്നെ ചെക്കപ്പിന് കൊണ്ടുപോകണ്ടേ? അപ്പൊ അവൻ വിളിച്ച് പറഞ്ഞ ചേട്ടൻ ഇപ്പൊ വരുന്നുണ്ടോ? ആ ഞാനാണ് വരണത്. ഞാനും വരുന്നുണ്ട്. ഞങ്ങൾ നമുക്ക് രണ്ടുപേരും പോവാന്നാ. പിള്ളേരെ പിള്ളേരെ നോക്കാൻ ഇവിടെ ശമ്പു ഉണ്ടല്ലോ, കുഴപ്പമില്ല. ആ മുക്കുരിതാരം മീശ ഉള്ളതല്ലേ, അവൻ നോക്കിക്കോളും. വാ. സിന്ധു ചേച്ചിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ സിന്ധു ചേച്ചി നോക്കിക്കോളും. നിങ്ങൾക്ക് ഇപ്പൊ വരാൻ പറ്റുമോ? അത് തന്നെ വരാം. വാ നടക്ക്, സൂക്ഷിച്ച് കിടക്കണം. ഞാൻ പൊടിച്ചോളാം. കളിച്ചോ ചേട്ടൻ? നിന്നോടല്ലേ ചേട്ടൻ പറഞ്ഞ OP ടിക്കറ്റ് എടുക്കാൻ പോകുന്നത്? OP ടിക്കറ്റ് എടുക്കാൻ പോകുന്നത് നിന്നോട് പറഞ്ഞ പോരെ? ചേച്ചി പ്രസവിക്കും. നീ മിണ്ടാണ്ടിരി. ഹലോ, ആ കേക്കുന്നില്ലടാ രതീഷേ? ആ തടി കൊടുത്ത്. കുറച്ചൊച്ച കൂടുതലാ. ഭർത്താവാ? അയ്യോ അല്ല, എന്റെ അനിയനാ. ഭർത്താവ് വന്നില്ലേ? ഇല്ല, ചേട്ടൻ വന്നില്ല. ഞാൻ സത്യഭാമ, ഇവിടെ അടുത്ത വീട്. നിങ്ങളോ? പൈങ്കിളി, ഇവിടെ കരിങ്ങാഞ്ചിറയില്ലേ അവിടെ. എന്ത് ചൂടല്ലേ? ഇക്കാലത്തെ ഗർഭിണികളായ നമ്മളെ സമ്മതിക്കണം. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് 2 ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിച്ചു, എന്നിട്ടും എനിക്ക് ദാഹം മാറുന്നുണ്ടായിരുന്നു. അയ്യോ അങ്ങനെ പുറത്തുനിന്നൊന്നും വാങ്ങിച്ച് കഴിക്കരുത്, കുട്ടിക്ക് കേടാ. അയ്യോ അല്ല, ചേട്ടൻ വാങ്ങിച്ചു തന്നപ്പോ ഞാൻ അങ്ങ് കുടിച്ചേ. ഇതൊന്നും പറഞ്ഞുതരാൻ പെങ്ങളുടെ വീട്ടിൽ പെണ്ണുങ്ങളാരും ഇല്ലേ? സുമി ഇതെവിടെ പോയെന്തോ. അല്ല ഭർത്താവ് എന്ത് ചെയ്യായിരുന്നെന്നാ പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ലായിരുന്നു. എന്ത് ചെയ്യുവാ? പോലീസിലാ. വെറുതെ അല്ല പുള്ളിക്കാരൻ വരാത്തത്. എന്താ? ഈ പോലീസുകാരെയും പത്രക്കാരെയൊന്നും നമ്മുടെ സമയത്ത് കിട്ടില്ലല്ലോ. ഇത് പക്ഷെ ശരിക്കും എമർജൻസി ആയതുകൊണ്ടല്ലായിരുന്നേ വന്നേ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഒന്നും തോന്നരുത്. ചെക്കപ്പ് ഉള്ള കാര്യം ഭർത്താവിന് അറിയില്ലേ? അറിയാം. ഇപ്പൊ ഭർത്താവിനായിരുന്നു ഒരു ചെക്കപ്പ് ഉണ്ടായിരുന്നതെങ്കിൽ എല്ലാ ജോലിയും മാറ്റി വെച്ച് കുട്ടി കൂടെ പോവില്ലേ? അതാ ഞാൻ പറഞ്ഞേ, ഈ സമയത്തില്ലേ ഭർത്താക്കന്മാര് ഭാര്യമാരുടെ കൂടെ തന്നെ വേണം, ഇല്ലെങ്കിൽ നമുക്കൊരു ഏകാന്തതയായിരിക്കും. അല്ല ചേച്ചിയുടെ ഭർത്താവ് എവിടെ? ഇത് ചോദിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. എന്റെ ഭർത്താവ് ഇവിടെ ഇല്ല, ഗൾഫിലാ. ഇപ്പൊ കൂടെ വീഡിയോ കോൾ ചെയ്ത് വെച്ചതേ ഉള്ളു. രാവിലെ തൊട്ട് വീഡിയോ കോളാ. എന്നെയും വിളിച്ചായിരുന്നു വീഡിയോ കോള് 3-4 പ്രാവശ്യം. ഞാനാ പിന്നെ വിളിക്കണ്ട പറഞ്ഞു. കള്ളം പറയണ്ട, മുഖം കണ്ടാ അറിയാലോ. അല്ല, സത്യമായിട്ടും വിളിച്ചായിരുന്നു. അങ്ങനാണെങ്കി ഓക്കെ, അല്ലാണ്ട് കള്ളം പറയുകയാണെങ്കിൽ കുട്ടിയെ അത് ബാധിക്കും. എന്നെ വിളിച്ച് ചെല്ലട്ടെ.
കൊറേ താമസിച്ചു. ഹലോ എടാ റേഞ്ച് ഉള്ളിടത്ത് വല്ല നിക്കടാ, കേക്കാൻ വയ്യ. ആ എടാ ഞാൻ പൈങ്കിളിയുടെ ചെക്കപ്പ്. എടാ പൈങ്കിളിയുടെ കൂടെ ചെക്കപ്പിന് വന്നതാന്ന് ഞാൻ. ആ കേട്ടോ എടാ എന്റെ അവിടെ അത്രേ കമ്പി ഉള്ള അരുണേഷ്, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ? നിന്റെ വീട്ടിൽ കമ്പിയൊന്നും ഇല്ലേ? ആ കമ്പി എടുത്ത് വെച്ച് ഒരുമിച്ച് കൊടുക്കാം. ഓ ശരി എന്നാ, ശരി. ശരി. ഹലോ സിസ്റ്ററിന്റെ പേരെന്താ? മനോഷ. ഏ മനോഷ. മനോഷ. മനുവിന്റെ വശ. മനോഷ. നിങ്ങൾക്ക് 24 മണിക്കൂർ ഇവിടെ ഡ്യൂട്ടി ഉണ്ടല്ലേ? ഈ 24 മണിക്കൂറൊക്കെ എങ്ങനെ വർക്ക് ചെയ്യും? നിങ്ങൾക്ക് ബോറടിക്കത്തില്ലേ? ബോറടിക്കത്തൊന്നുമില്ല, ഞങ്ങളുടെ വർക്കല്ലേ. എനിക്ക് 2 മണിക്കൂർ നിന്നപ്പോ തന്നെ ബോറടിച്ചു കേട്ടോ. ഇവിടെ ഈ ഹോസ്പിറ്റലിന്റെ ബാക്കി കമ്പി എല്ലാം കിടപ്പുണ്ടോ? പഴയ കമ്പി. ഇവിടുത്തെ ഫോണിൽ നീയോ ഇവിടുത്തെ സ്വർണ്ണമാല നിങ്ങളുടെ അച്ഛൻ ലോട്ടറി അടിച്ചോടാ. എന്താ കയ്യൊന്ന് ചെറുതായിട്ട് വിളിക്കുന്നതാ. എവിടെ ഇത് പ്രശ്നമാണ് കേട്ടോ, ഇത് പ്രശ്നം. പിന്നെ ദൈവത്തിനാണ് പ്രശ്നമാണ്. ഇത് നീയൊക്കെ എന്നെ ഒന്ന് വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ ഒന്നും ഇത് നീ എങ്ങനെ വീണ എങ്ങനെയായിരുന്നു? ഇതൊന്ന് തെന്നി വീണതാണെന്ന്. ബൈക്കിന്നല്ല വാർക്കട മേലില്. എടാ ഇത് പ്രശ്നമാണ്. ഇത് ഓടി അകത്ത് ഇഞ്ചുറി ഉണ്ട് ഇതിനകത്ത്. പിന്നെ വേന എടുക്കുന്നില്ല. ഇത് കുഴപ്പമൊന്നുമില്ല. എടാ അകത്ത് ഇഞ്ചുറി ഉണ്ട്. ഇല്ലെന്ന്. എടാ ഇത് നിനക്ക് ചോറ് തിന്നാൻ പറ്റത്തില്ല, കൈ മുറിച്ച് കളയേണ്ടി വരും. നീ ഒന്ന് പേടിപ്പിക്കാണ്ട് നേർക്കാന്ന്. സിസ്റ്റർ ഞാൻ പറഞ്ഞ കറക്റ്റ് സിസ്റ്റർ. അതൊക്കെ കാഷ്വാലിറ്റി ഡോക്ടർ നോക്കിയിട്ട് പറയാം. കാഷ്വാലിറ്റി കാണിക്കണം. ഈ എക്സ്റേ എടുക്കും സിസ്റ്റർ. ഇങ്ങോട്ട് പോയാൽ മതി. നിന്നെ എടുത്തോളാം ഞാൻ നിന്നെ. ഈ നേഴ്സിംഗ് ഒക്കെ പഠിക്കാൻ ഭയങ്കര പാടല്ലേ? കുറച്ച് പാടാണ്. അവിടെ വെയിറ്റിംഗ് ഏരിയ ഉണ്ട്, അവിടെ പോയിരുന്നു. ഞാൻ ചുമ്മാ സാരല്ല, അവിടെ പോയിരുന്നു. എന്തായി? ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണോടാ, പിന്നെ ഒരു സ്കാനിങ് കൂടെ ഉണ്ട്. ഇവിടെ മുഖത്ത് കടന്നിൽ കുത്തിയാണെങ്കിൽ ഇരിക്കുന്നു. ഡോക്ടർ പറഞ്ഞ് കേട്ടിട്ടായിരിക്കും. ഡോക്ടർ എന്താ പറഞ്ഞു? ഡോക്ടർ പറഞ്ഞേ ഈ സമയത്ത് ഭർത്താവ് കൂടെ ഉള്ളത് നല്ലതാണ്. അത് അളിയൻ സസ്പെൻഷൻ മാറ്റി ഡിസ്മിസിലാക്കാൻ വേണ്ടി പോയിരിക്കുമല്ലേ? അല്ല ഇത് സസ്പെൻഷന്റെ കേസുമായിട്ട് പോയിരിക്കല്ലേ? എന്തായാലും സസ്പെൻഷൻ പിൻവലിച്ചാലും നിന്റെ അളിയനെ വിളിച്ച് പറഞ്ഞേരും ഇങ്ങോട്ടേക്ക് വരണത്. ഒരാവശ്യമില്ല കയറണമെന്ന് പറഞ്ഞേരും. നീ ചുമ്മാ ദേഷ്യപ്പെടേണ്ട എന്തിനാണ്? ഡോക്ടർ നിന്റെ സന്തോഷത്തിന് വേണ്ടി പറഞ്ഞല്ലേ ഉള്ളൂ. നീ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അടുത്ത പ്രാവശ്യം നീ അളിയനായിട്ട് വന്നാ പോരെ? അടുത്ത പ്രാവശ്യം അല്ലേ ആലോചിക്കാൻ വരുന്നതിനെ പറ്റി. ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണ്ടേ? നീ ബില്ലടച്ചിട്ടോ, ഞാൻ അവളെ കൊണ്ട് പോയിട്ട് വരാം. ചേട്ടന്റെ പൈസ അല്ലേ? എണ്ണിയല്ലോ അല്ലേ? അതുണ്ട്, അവനറിയാതെ. ബില്ലിന്റെ ഇങ്ങോട്ടല്ലേ? ബില്ലടക്കുന്നവിടെ അവിടെ 2000 കൂടുതലാണ്. നിങ്ങളെന്തിവിടെ? ഞങ്ങള് വന്ന് സൈക്കിളി. ഒറ്റയ്ക്കോ? അല്ല, ഞങ്ങള് 3 പേരില്ലേ? എന്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ അച്ഛൻ മണ്ടേ വന്നു കഴിഞ്ഞാൽ നിന്റെ എല്ലാത്തിനും നല്ല കണക്കിന് കിട്ടും. ഇപ്പൊ ഞങ്ങളെന്തോന്ന് ഈ ചെറുക്ക അമ്മയെ കാണുന്ന പറഞ്ഞ് കരയുന്നിരുന്നു. ഇല്ല, ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല സുമേഷാമ്മ. എടാ നീ എന്റെ മുഖത്ത് കള്ളം പറയാനും പഠിച്ചല്ലേ ശംഭു? ചിലപ്പോ സംഭവം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നീ ഇനി പറയണ്ട, ആമിയോള് പറഞ്ഞോളും. അവളെ സത്യം പറയും. പറയടി. ഞാൻ പറഞ്ഞുതരാം. ഈ ശംഭുച്ചേട്ടനാണ് ഞങ്ങളോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അല്ല ചിലപ്പോ ഞാൻ വലിയ കൊച്ചായില്ലേ, ഇനിയിപ്പൊ നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുവരാനോ പിള്ളേരെ? ഇത് വലിയ കൊച്ചാന്ന് പറഞ്ഞ് വലിയ ഇത് ചിൽഡ്രൻസ് പാർക്ക് അല്ല. ഞാൻ അപ്പളേ പറഞ്ഞാണ് വല്ല പാർക്കിന് പോവാൻ. ആ പാർക്കിൽ പോന്ന് പറഞ്ഞോ? അപ്പൊ അമ്മേനെ കണ്ടേ എനിക്ക്. കണ്ട ഈ വിഷമം കാരണമാണ് ഞാൻ ഇവരെ കൊണ്ടുവന്ന. ചെറുക്കണ്ട ഈ വിഷമം. നീ എന്റെ സ്വഭാവം കണ്ട് പഠിച്ചോ? എനിക്കിട്ട് വെക്കാൻ നിക്കരുത്. ഇനിയിപ്പോ നമ്മള് വന്നുമില്ലേ? അച്ഛൻ വന്നു. നിങ്ങളെങ്ങനെ വന്നേ? എന്റെ മീശയുള്ള മോൻ കൊണ്ട് വന്നതാ ഇവര് വലിയ ആളാന്ന് കാണിക്കാൻ വേണ്ടിട്ട്. വെട്ടാൻ പുളിങ്ങൊന്നും ഇല്ല ഇപ്പൊ, അല്ലെങ്കിൽ അടിച്ച് ഞാൻ തൊട പൊട്ടിച്ചാൻ. സിറിഞ്ചെടുക്കാൻ ചേട്ടാ. സിസ്റ്റർ സിറിഞ്ചുണ്ടോ? ഇവിടെ റോഡ് വീണ് കിടക്കില്ല, വല്ല കുഴിയിലെങ്ങനെ വീണെങ്കില? നിങ്ങൾ നടന്നെങ്ങനെ വന്നത്? അല്ല, ഞങ്ങൾ നടന്നില്ല, സൈക്കിളിലാണ്. സൈക്കിളിൽ 2 പിള്ളേരെ വച്ചുകൊണ്ട് വന്നാടാ നീ? അല്ല സൈക്കിൾ ഇപ്പൊ നന്നായിട്ട് ഓടിക്കാൻ അറിയാം. നന്നായിട്ട് ഓടിക്കാറിയാം. ഹോസ്പിറ്റലായി പോയി ഞാൻ. കുട്ടികളാവും വലിയ ചെറുക്കനാണെന്ന് തെളിയിച്ചല്ലേ? തെളിയിച്ചല്ലേ? നീ വീട്ടിലോട്ട് വാ, നീ വീട്ടിലോട്ട് വാ.
നീ ആ ബില്ലിങ് ഒന്ന് എന്നാ. ഒരു കാര്യം ചെയ്യ്. നീ ഇവരെയും കൊണ്ട് വീട്ടിലോട്ട് പോകും. എനിക്ക് അമ്മനെ കണ്ടേ. അമ്മേനെ കാണണം. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഇതിൻ്റെ പൈസ അടച്ചിട്ട് ഞാൻ നീ ഒരു കാര്യം ചെയ്യ്, പൈങ്കിളി വിളിച്ചോണ്ട് പോവാ. പൈങ്കിളി വിളിച്ചോണ്ട് പോവാ. ഞാൻ എന്നിട്ട് ഈ പിള്ളേരെ കൊണ്ട് വീട്ടിൽ പോകും. അല്ല, ഞാൻ പിള്ളേരെ കൊണ്ട് വീട്ടിൽ പോകും. നീ സൈക്കിളിൽ എടുത്തോണ്ട് വീട്ടിൽ വാ. എന്റെ ചേട്ടാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ നീ പോയി പൈങ്കിളി വിളിച്ചോണ്ട് വാടാ. പൈങ്കിളി കൊണ്ട് സൈക്കിളിൽ പോകാനോ? എടാ നീ പൈങ്കിളി കൊണ്ടുവന്ന് വണ്ടിയുടെ അടുത്ത് ആക്കിയിട്ട് നീ സൈക്കിൾ എടുത്തോണ്ട് വീട്ടിൽ വാടാ. വാ, നിങ്ങൾ വാ. ശരി. പറഞ്ഞ സൈക്കിൾ എടുക്കില്ലെന്ന് പറഞ്ഞായിരുന്നു. ഇനി എടുക്കൂല. ഇത്രയും ദൂരം എങ്ങനെയാ നിങ്ങൾ വന്നത്? ഓടിച്ച് പോയില്ലായിരുന്നോ? കുറെ നേരം ആയില്ല അവിടുന്ന് പോന്നിട്ട്. ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടാൻ വെയിറ്റ് ചെയ്യാം. എന്ത് പറഞ്ഞു ഡോക്ടർ? എന്താ പറയാ, എല്ലാം ഓക്കെ ആണ്. നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാന്ന് പറഞ്ഞു. ഹസ്ബൻഡാ വിളിച്ചോണ്ടേ ഇരിക്കുക രാവിലെ തൊട്ടങ്ങ്. പുള്ളിക്ക് അങ്ങ് ടെൻഷനാ. ആണോ? അതെ, ഒന്നും വിചാരിക്കില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഹസ്ബൻഡിന്റെ പേരെന്താ? പ്രകാശേട്ടൻ. ഓ, പ്രകാശേട്ടൻ. അതെ, ഈ പ്രകാശേട്ടന് ഗൾഫിൽ ജോലിയൊന്നും ഇല്ലേ? കുട്ടീനെ എങ്ങനെ 24 മണിക്കൂറും വിളിച്ചോണ്ടിരിക്കേ? പ്രകാശേട്ടനെ ഗൾഫിൽ സ്വന്തമായിട്ട് ബിസിനസ്സാ. അതുകൊണ്ട് പോലീസുകാരെ പോലല്ല, ഒരുപാട് സമയമുണ്ട്. പിന്നെ എന്റെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പ്രകാശേട്ടന് വേറെന്തും. വിളിക്കണു. കട്ട് ചെയ്യാതെ എടുക്കൂ. അയ്യോ, കട്ട് ചെയ്യാതെ. പ്രകാശേട്ടനല്ലേ വിളിക്കുന്നേ, സംസാരിക്കും. ഞാനൊന്ന് എടുക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കും. ടെൻഷനാ, പറഞ്ഞില്ലായിരുന്നോ? ശരിയേ. ആ പ്രകാശേട്ടാ, ദാ ഇറങ്ങുകയായി. എല്ലാം കഴിഞ്ഞു. ആ ചോറ് കഴിച്ചതാ, ഞാൻ പറഞ്ഞതാണല്ലോ. 2 അയില വറുത്തതും കഴിച്ചായിരുന്നു കൂടെ. മനുഷ്യൻ വെള്ളം കുടിച്ചോന്ന് ചോദിക്കാൻ ആള്. ആ ദേ എന്തിനു നീ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു 2 അയില വറുത്തത്? അയില വറുത്തതോ? റിസൾട്ട് കിട്ടിയാ? ആ ചേട്ടൻ അവിടെ നിൽപ്പുണ്ട് പിള്ളേരുമായിട്ട്. പിള്ളേരോ? ആ, അവരെന്തിനാ ഇവിടെ വന്നേ? അയ്യോ അവരൊക്കെ വന്ന്. അതൊരു കഥയാ, ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞു. നീ ബാ. ഇതും പോകട്ടെ, എല്ലാം പിടിക്കും. ഇടി ഭൂതം വിളിക്കുന്നു. എടുക്കണ്ട, കട്ട് ചെയ്തോളാം. അല്ല, വിളിച്ചോണ്ടിരിക്കുന്നു. നിന്റെ സംസാരിക്കാൻ വേണ്ടിട്ടായിരിക്കുന്നു. എനിക്കാരോട് സംസാരിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? നിന്നോടോ അല്ലേടെ കട്ട് ചെയ്യാൻ പറഞ്ഞത്? നിനക്ക് എന്തിന് ഇത്ര അത്യാവശ്യപ്പെട്ട് എടുത്തിട്ട്? ഹോസ്പിറ്റലിൽ പതുക്കെ പറ. ഓ, ഇപ്പൊ നിനക്ക് പതുക്കെ പറയാനോ? നേരത്തെ നിനക്ക് പറ്റത്തില്ലായിരുന്നല്ലോ. നീ വരുന്നുണ്ടെങ്കിൽ ഞാൻ പോവാ. നിനക്ക് തെറ്റി. അല്ല അയിലോർത്തോണ്ട് ഞാൻ അല്ല അയിലോർത്ത പാട്ട് പാടുത്ത അയില പൊരിച്ചതുണ്ട്. നീ വരണ്ട, നീ ഇറങ്ങാൻ പോയി. നീ പതുക്കെ നടന്നു പോകും. ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് ഒന്നുകൂടെ നോക്കണം, ചെക്ക് ചെയ്യണം. വേണ്ട എല്ലാം ഉണ്ട്. അത് കളയാൻ നീ ഓരോ ടെൻഷൻ അടിക്കുന്നു വേണ്ട കേട്ടോ. എപ്പോഴും നമ്മൾ കൂളായിട്ടിരിക്കണം. വാ, പെട്ടെന്ന് വാ. അവള് നടന്നു വരണ്ടേ? അവള് നീ പെട്ടെന്ന് വാ. ഞാൻ കൂടെ വന്നാ പെട്ടെന്ന് വാ. ഒരു മിനിറ്റ്, അങ്ങോട്ട് വെക്കോ. ആ ചേട്ടാ, ഇല്ല ഒരു കുഴപ്പമില്ല. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതെ, ഇതാ ഞാൻ പറഞ്ഞ കുട്ടി. ഓ ആണോ? ഞാനൊന്ന് സംസാരിക്കട്ടെ. ഹലോ. ആ, പൈങ്കിളി. അതെ, കുട്ടിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് പറയാം കേട്ടോ. പ്രഗ്നൻസിയിൽ ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ്. ഈ സമയത്ത് ഇങ്ങനെ ഗൾഫിൽ പോയി കിടന്നാൽ മതിയോ? ഭർത്താക്കന്മാർ അടുത്തുണ്ടാവുന്നതാണ് നമുക്ക് ഈ ഒറ്റപ്പെടലൊക്കെ ഇല്ലാതിരിക്കാനായിട്ട്. അപ്പൊ വരാൻ നോക്കുക കേട്ടോ. അവിടെ ഇങ്ങനെ കിടന്ന് പണിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ കള്ളം പറയുന്നത് വയറ്റിൽ കിടക്കുന്ന കുട്ടി കേൾക്കും. ഇല്ല ചേട്ടാ, ഇല്ല, കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഡോക്ടർ പറഞ്ഞത് എല്ലാം ഓക്കെ ആണ്. പെട്ടെന്ന് വാലാടിയിട്ടു. ഇല്ല, ആ കുട്ടി ഞാൻ ഡോക്ടറെ വിളിക്കാം. ഡോക്ടറെ സംസാരിക്കല്ലോ. ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ട. ഇപ്പൊ ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ട. ഞാൻ ഡോക്ടറെ വിളിച്ച് സംസാരിപ്പിക്കാം. പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഞാൻ ഇപ്പൊ സ്കാനിങ് കഴിഞ്ഞ് ഇറങ്ങിയതല്ലേ, ഒരു പ്രശ്നമില്ലെന്നാ പറഞ്ഞത്. അയ്യോ ഇല്ല, അങ്ങനല്ല. ഈ കുട്ടി എന്തോ പറഞ്ഞത്, അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനൊന്നും ഡോക്ടർ പറഞ്ഞില്ല. അയ്യോ, ഞാൻ സംസാരിപ്പിക്കാം ഡോക്ടറെ കൊണ്ട്. അപ്പം വിശ്വാസമാകത്തില്ലേ?